ശബരിമലയിൽ മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായി. ലാഹയിൽ നിന്നും ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് 5:30 ശരംകുത്തിയിൽ എത്തും. തുടർന്ന് ദേവസ്വം അധികൃതർ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും. പിന്നാലെ തിരുവാഭരണ പേടകം ക്ഷേത്ര ശ്രീകോവിലിൽ എത്തിക്കും. തുടർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കുമ്പോൾ മകരവിളക്ക് തെളിയിക്കും. സുജുറ്റി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മകരവിളക്ക് ദർശിക്കാനായി ശബരിമലയിൽ തീർത്ഥാടക ലക്ഷങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വൈകിട്ട് 5:30 കൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിൽ എത്തിച്ചേരുക. ഇന്ന് രാവിലെ വീണ്ടും ലാഹിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുനരാരംഭിക്കുകയും ചെയ്തു നിൽക്കുകയാണ്. ഇപ്പോൾ 2 ലക്ഷത്തോളം അടുത്ത തീർത്ഥാടകരാണ് ശബരിമലയിൽ ഈ മകരവിളക്ക് ദർശിക്കാനായി തന്നെ തമ്പടിച്ചിരിക്കുന്നത്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 2000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സും മറ്റ് വിവിധ വകുപ്പുകളെല്ലാം തന്നെ ഏകോപിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് 3:08 മകരസംക്രമ പൂജ നടക്കുക. അതിനുശേഷം പിന്നെ ഈ തിരുവാഭരണ ഘോഷയാത്രയെ ശരംകുത്തിൽ നിന്ന് 18-ാം പടിയിലേക്ക് അനയിച്ചെത്തിക്കും. അതിനുശേഷമാണ് ദീപാരാധന നടക്കുക. അതിന് പിന്നാലെ വൈകിട്ട് 6:30 കൂടിയാണ് പൊന്നമ്പലമേട്ടിൽ ദീപം തെളിയിക്കുന്നത്. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയിക്കുക. പിന്നാലെ തീർത്ഥാടക ലക്ഷങ്ങൾ മകരവിളക്ക് ദർശിച്ച ശേഷം സംതൃപ്തിയോടെ മലയിറങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതുവരെയുള്ള തീർത്ഥാടനം പരിശോധിക്കുമ്പോൾ 1.5 കോടിയിലധികം തീർത്ഥാടകരാണ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ എത്തിയത്. എല്ലാ ആളുകൾക്കും സംതൃപ്തിയോടെ ദർശനം നടത്താൻ സാധിച്ചു എന്ന വലിയ ആശ്വാസമാണ് ദേവസ്വം ബോർഡിനും സർക്കാരിനുമുള്ളത്. ഇക്കാര്യങ്ങൾക്കൊക്കെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനും അതുപോലെ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് നടത്തിയ ഇടപെടൽ വളരെ പ്രശംസനീയമായി തന്നെയാണ്. മന്ത്രി വി എൻ വാസവനത്തിൽ അവസാനവട്ട ഒരുക്കങ്ങളും ഇന്ന് രാവിലെയും കൂടി വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സുജുറ്റി ബാബു ആണ് സന്നിധാനത്ത് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്.